എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കിച്ചടിയാണ്. അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള വാർദ്ധക്യമായി ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് വരെ ഇത് ലൈറ്റ് ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൂടാതെ ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ള രോഗികൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഡോക്ടർമാർ പറയുമ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കാനും പറ്റും ഈ കിച്ചടി. അതുപോലെ തന്നെ ട്യൂബ് ഫീഡ് വഴി ആഹാരം കൊടുക്കുമല്ലോ, അത് ട്യൂബ് എടുത്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ആഹാരം കഴിക്കാത്ത പല അമ്മമാരുടെയും കംപ്ലൈൻ്റ് ആണ്, കുഞ്ഞുങ്ങളൊന്നും കഴിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ കിച്ചടി ഞാൻ കാണിക്കുന്ന പ്രകാരം ചെയ്ത് കൊടുത്താൽ അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചുകൊള്ളും. അതുകൊണ്ട് എല്ലാ അമ്മമാരും ഇത് പ്രത്യേകമായിട്ട് കാണുക. ഇത് നമ്മുടെ ഡിഷല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പക്ഷെ ഇത് രണ്ട് പ്രകാരം വെക്കും. വെജിറ്റബിൾ ഇട്ടും കിച്ചടി ഉണ്ടാക്കും, വെജിറ്റബിൾ ഇല്ലാതെയും ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു കിച്ചടിയാണ് ഞാൻ കാണിക്കുന്നത്. വളരെ രുചികരമാണ്, ആരോഗ്യമാണ്. വീട്ടിലുള്ള ഏത് കറിയും കൂട്ടി ഇത് കഴിക്കാം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സമ്മന്തിപ്പൊടിയോ ഒരു അച്ചാറോ എന്തായാലും മതി. ഇത് തന്നെയായാലും കഴിക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 പച്ചരിയാണ്. അതായത് നമ്മള് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇടുന്ന ഒരു പച്ചരി നാട്ടിൽ കിട്ടുമല്ലോ, ആ പച്ചരിയാണ് ഇത് എടുക്കുന്നത്. ആ പച്ചരി ഞാൻ എടുക്കണം. പിന്നെ പരിപ്പ്, ഇതിന് പേര് പറയുന്നത് മസൂർ ഡാൽ എന്നാണ് പറയുന്നത്, മൈസൂർ പരിപ്പ്. അതായത് ഒരു ഓറഞ്ച് കളറിലുള്ള പരിപ്പ് നമുക്ക് കടകളിലൊക്കെ കിട്ടും. അതാണ് നല്ല രുചികരമാണ്. അത് എടുക്കുന്നത് തുല്യമായിട്ട് എടുക്കണം. ഇതിപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പരിപ്പ് ഇടണം. അതിന് ഞാനിപ്പോൾ 1.5 ഗ്ലാസ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നോയമ്പ് സമയത്ത് 1.5 ഗ്ലാസ് അരി, അതുപോലെ തന്നെ 1.5 ഗ്ലാസ് പരിപ്പ്. ഇതിനകത്ത് മണ്ണോ പൊടിയോ വല്ലതും ഉണ്ടോയെന്നുണ്ടോയെന്ന് നുള്ളി പറക്കിയിട്ട് ഇത് നല്ലപോലെ കഴുകി ഒന്നിട്ടിട്ട് വേവിക്കുന്നു. കഴുകിയെടുക്കണം. അര ലിറ്റർ വെള്ളം കൊള്ളുന്ന മഗ്ഗാണ്. ഈ മഗ്ഗിൽ നമുക്ക് 5 മഗ് വെള്ളം വേണം ഇത് വേകാൻ വേണ്ടി. 1 2 3 4 5 ഇതിനൊക്കെ വെള്ളം കിടന്നോട്ടെ. എന്നിട്ടിത് വേവിക്കാൻ വെക്കുന്നു. 5 മഗ് വെള്ളം വെച്ചു. ഈ വെള്ളം നമ്മൾ ഊറ്റി കളയുന്നില്ല. ഇത് അരിയും പരിപ്പുമായിട്ട് വെന്ത് ഇത് യോജിച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. ഇച്ചിരി ലൂസായിട്ടാണ് ഇത് ഇരിക്കേണ്ടത്. അതുകൊണ്ട് 5 മഗ് വെള്ളം എന്ന് പറയുമ്പോൾ 2.5 ലിറ്റർ വെള്ളം ഒഴിച്ചു അടച്ചിരുന്നത്. ഇത് തിളച്ച് വരുന്നത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേകുന്ന വിധം എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിന് നോക്കുകയാണ്. പകുതി വേവായി. ഇച്ചിരൂടെ സ്റ്റവ് കുറഞ്ഞിരുന്നോട്ടെ. കുറഞ്ഞിത് വെന്ത് ഈ വെള്ളം പറ്റി വരണം. അപ്പോഴത്തേക്കിന് ഈ അരിയും ഈ പരിപ്പും എല്ലാം വെന്ത് യോജിച്ചിരിക്കും. ഇതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കി നോക്ക്, മഞ്ഞ കളർ ഉണ്ടോ എന്ന് നോക്കണം. മതി, ഇത് ഇത്രയും മതി. 1/4 സ്പൂണ് മതി, കൂടുതൽ വേണ്ട. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇപ്പം ഞാൻ 1 സ്പൂൺ ഇടുക. അതിന് ഇട്ടിട്ട് നോക്കട്ടുണ്ടോന്ന്. ഇനി ഇപ്പോഴേ വേണ്ടി ഉപ്പ് ഇപ്പം തന്നെ ഇട്ടോണം, പിന്നെ ഇടണ്ട. ഈ വെള്ളത്തോട് കൂടി ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് 1/2 സ്പൂണ് ജീരകം ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. ജീരകം നമ്മുടെ വയറിൻ്റെ അസിഡിറ്റിക്കും വയറിൻ്റെ അസ്വസ്ഥതയ്ക്കൊക്കെ ജീരകം നല്ലതാണല്ലോ. അതുകൊണ്ട് ഇച്ചിരി ജീരകം കൂടി ഇതിനകത്ത് ഇടുന്നു. ഇത് പതിയെ ഇരുന്ന് വെന്ത് ഇത് യോജിച്ച് വരട്ടെ.
തിളച്ച് കഴിഞ്ഞ് ഇങ്ങനെ പകുതി അടപ്പ് വെച്ച് വെക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് തിളച്ച് തൂങ്ങിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ പകുതി ഇതിൽ കൂടെ നമുക്ക് കാണാവില്ല ഇതെങ്ങനെ ആയിരിക്കും. ഇനി വെള്ളം പറ്റി പറ്റി വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ അടിക്ക് പറ്റും. നല്ല രുചികരമായ ഒരു കിച്ചടിയാണ് ഇത്. മിക്ക ഹോസ്പിറ്റലുകളിലും ഇത് പേഷ്യൻറ്റിന് ഉണ്ടാക്കി കൊടുക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള കുട്ടികളുടെ ഹോസ്പിറ്റലുകളിൽ ഇത് ഈ പരുവം കണ്ടല്ലോ, ഇതിനെയും നിർത്താൻ പോവാണ്. ഈ പരുവം കണ്ടല്ലോ, ഈ പരുവത്തിൽ ഒരു ശകലം എടുത്ത് വെക്കുവാണ്. ഇത് ഞാൻ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ നിങ്ങളെ ഇത് കാണിക്കാം. കഴുകി ഇട്ടത് മുതൽ തിളച്ച് വെന്ത് ഓരോരോ ഐറ്റങ്ങൾ ഓരോരോ ഭാഗങ്ങൾ കാണിച്ച സമയം വരെ ഇതിപ്പോൾ 20 മിനിറ്റായി. ഇത് ചെയ്ത് ഇത് ഇനി വെള്ളം ഇരുന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കിന് ഇത് ഉറയ്ക്കും. അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കാൻ. ഇനി ഇത് നിർത്തി വെക്കാൻ പോവാണ്. മതി ഇതിനി ഗ്യാസ് നിർത്തുവാണ്, സ്റ്റൗ നിർത്തുവാണ്. പിന്നെ അങ്ങനെ കാണിക്കും. മതി. ഇനി ഇതെങ്ങനെ ഉണ്ടെന്ന് തുറന്നു നോക്കട്ടെ. നല്ല പോലെ അതിൻ്റെ വെള്ളം എല്ലാം പറ്റി നല്ല ടൈറ്റായിട്ട് ഇതായിട്ടിരിക്കുന്നു. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റി അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ചൂടാ. നല്ല വെറുതെ തിന്നാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ വീഡിയോയിലിട്ട സമ്മന്തിപ്പൊടിയാണ്. ഇത് തീർന്നു, അന്നിട്ടതാ. ഇതുവരെ കൊണ്ട് ഞങ്ങൾ കൊഴുന്നും കൂട്ടി അതിപ്പം തീരാറായി. ആ സമ്മന്തിപ്പൊടിയാണ്. ഉഗ്രനാണ്. സമ്മന്തിപ്പൊടി ഇട്ട് ഇളക്കി എന്നപ്പം നമ്മൾ വയറ് നിറഞ്ഞ ഇഷ്ടം പോലെ കഴിക്കാത്ത അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കടുകെണ്ണയിലിട്ട മാങ്ങാച്ചാറാണ്. ഓരോന്നിട്ട് കഴിക്കുമ്പോഴും ഒന്നിനൊന്നിന് സൂപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതിനെക്കാട്ടിയും സമ്മതിപ്പൊടിയെക്കാട്ടും നല്ല ഈ അച്ചാറിട്ട് കഴിച്ചപ്പം വളരെ ഉഗ്രനായിട്ടുണ്ട്. നന്നൂടെ നല്ല ഒന്നാം ക്ലാസ് ടേസ്റ്റ് ആണ് ഇതിന്. നമ്മൾ എത്ര കഴിച്ചാലും മതി വരത്തില്ല, അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കിച്ചടിക്ക്. ഈ നൊയമ്പ് സമയത്തൊക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഇത്. ഇത് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് നൊയമ്പ് സമയത്തൊക്കെ. അത് പിടിക്കാച്ചനെ ഇനി ഞാൻ അമ്മമാരെ കൂടെ കാണിക്കട്ടെ. അതിനകത്ത് പിടിച്ച് കഴിക്കാൻ ഞാൻ ഇനി ഇത് കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, 1 വയസ്സൊക്കെ ഉള്ള 8 മാസമൊക്കെ, 10 മാസം 1 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ഇച്ചിരി ലൂസോടെ എടുത്ത് വെച്ചായിരുന്നു മുമ്പേ. കണ്ട ഇത് സ്പൂണിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചേച്ച കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ, ഇങ്ങനെ വായി വെച്ച് കൊടുത്താൽ അവരത് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. അതെല്ലാ അമ്മമാർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് എനിക്കിതിൻ്റെ വിവരം പറയണം.